ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അവിയൽ ഉണ്ടാക്കാൻ ശരിക്കും ഭയങ്കര എളുപ്പമാണ്. അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും തേങ്ങയും മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ കൂടുതൽ പൊടികളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അധികം സമയവും വേണ്ട. ഇതിൻ്റെ റെസിപ്പി നോക്കാം. ശരിക്കും വളരെ ടേസ്റ്റിയാണ് അവിയൽ. ഒരുപാട് പച്ചക്കറികൾ നമുക്ക് ഒറ്റ വിഭവത്തിലൂടെ തന്നെ കഴിക്കാനും പറ്റും. അവിയലിൽ കഷ്ണം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിയൽ കഷ്ണങ്ങൾ നീളത്തിലാണ് അരിയുക. പിന്നെ ഒരുപാട് ഉടഞ്ഞു പോകാനും പാടില്ല. അത് നമ്മൾ ഇളക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഇളക്കിയാൽ മതി. ഞാനിവിടെ എടുത്ത പച്ചക്കറികൾ ക്യാരറ്റ്, പച്ചക്കായ, മുരിങ്ങക്കായ, കൈപ്പങ്ങയാണ്. ഇതിലേക്ക് നമുക്ക് ചേന എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ തക്കാളിയും വെണ്ടയ്ക്കയും ഞങ്ങളുടെ നാട്ടിൽ ആഡ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വലിയൊരു പാനിലേക്ക് ഇത് വേവിക്കാനിടാം. വേവിക്കാനിടുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ചെറിയ ജീരകം, കുറച്ച് ചെറിയുള്ളി, ഞാനൊരു 4 അല്ലിയാണ് എടുത്തേക്കുന്നത്, പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് തൈര് കൂട്ടി അരച്ചാൽ തൈര് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുകയും വേണ്ട. അത് വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്നും പ്രശ്നമാവില്ല. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട ശേഷം അരച്ചെടുക്കാം. നന്നായി പേസ്റ്റായി അരയേണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഈ അരച്ച് വെച്ചത് നമ്മൾ ഈ വേവിക്കാൻ വെച്ചതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. ഇതിൽ വെള്ളം നന്നായി വറ്റി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ച ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. അരപ്പ് ഫുൾ അതിലേക്ക് ഇട്ട ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പച്ചക്കറികൾ ഉടഞ്ഞു പോകാൻ പാടില്ല. അവിയലിലെ കഷ്ണങ്ങൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. മുരിങ്ങക്കായ ഒന്നും വെന്തുടഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ശേഷം നമുക്ക് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ അവിയലിൽ വറവ് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായപ്പോഴേക്കും നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി. നല്ല സ്വാദിഷ്ടവും രുചികരവുമായ അവിയലാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. സദ്യ ഒന്നും വെക്കുന്നില്ലെങ്കിലും അവിയൽ മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ്. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ ഇതിൽ ഒരുപാട് പച്ചക്കറികളുണ്ട്, എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും.